ഹായ് ഹലോ ഞങ്ങൾ ബാലരമ പാർക്കിൽ വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഇതിന് മുമ്പ് എടുത്ത വീഡിയോസൊക്കെ എൻ്റെ നിന്ന് പോയി. ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് സേവ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഡിലീറ്റായിപ്പോയി. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പാർക്കിലൊക്കെ കയറി കളിച്ചു ക്ഷീണിച്ചു. ഞങ്ങൾ അവിടെ നേരെ മറൈൻ ഡ്രൈവിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയിരുന്നു. സ്ഥലം ആളുകളുണ്ടായിരുന്നു, എന്നാലും വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടെ ഇവിടെ അങ്ങനെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഇവിടുന്ന് പോകാം എന്നും പറഞ്ഞ് രാത്രിയായി കേട്ടോ. ഒരു 7 മണിയൊക്കെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്കൊരു ദഹിപ്പൂരി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് ദഹിപ്പൂരി കഴിക്കാൻ ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ദഹിപ്പൂരി കഴിക്കാൻ ഷോപ്പിൽ വന്നേക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണതാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഈ സാധനം ആരും കഴിക്കില്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഇതെനിക്ക് ഒറ്റ കഴിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കിങ്ങനെ ഒറ്റക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ചില സാധനങ്ങൾ നമുക്ക് ഒറ്റക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഒറ്റക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിപ്പോൾ വരും എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ആ സംഭവം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സങ്കടം, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉള്ള കടയല്ലായിരുന്നു ഇത് ചാറ്റ് പോലത്തുള്ള സാധനങ്ങളുള്ള കടയാണ്. അപ്പോൾ ആ സാധനം വരുമ്പോൾ ആ സാധനത്തിനോടുള്ള ആ ഒരു ക്രേസാണ് എൻ്റെ ഫേസിൽ കാണുന്നത്. ചേട്ടൻ അതവിടെ വെക്കണ ടൈം വരെ എൻ്റെ വായിന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ റോഷന് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടൻ അതിൽ ഒരെണ്ണം കഴിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ കഴിച്ചില്ല കേട്ടോ ആദ്യം. അപ്പോൾ ഞാനത് എടുത്ത് ഭയങ്കര ആവേശത്തോടെ എടുത്ത്, അപ്പോൾ ഞാൻ കഴിക്കണൊക്കെ പിള്ളേർ നോക്കിക്കൊണ്ടിരിക്കണതാണ്. അടിപൊളി, ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം. അപ്പം ഞാൻ റോഷനടുത്ത് പറഞ്ഞു, റോഷൻ ഒരെണ്ണം കഴിക്കുക. പക്ഷേ കണ്ട ഞാൻ പറയുന്നുണ്ട് ചേട്ടൻ ഒന്ന് കഴിച്ച് നോക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചേട്ടൻ വേണ്ട നീ കഴിച്ചോ എന്നാണ് അവിടെ നിന്ന് പറയുന്നത്. ഞാൻ വേണ്ട കഴിക്കുമെന്ന് പറഞ്ഞു. വലുതായിട്ട് നിർബന്ധിച്ചൊന്നും ഇല്ല കേട്ടോ. ഞാൻ അത്രയും ലാഭം എനിക്കുണ്ടാവുമല്ലോ, എൻ്റെ ഒരു സാധനമല്ല ഞാൻ. അപ്പോൾ ഞാൻ ഇത് കഴിക്കണേ. ഞങ്ങൾ ക്യൂസർ ലബാനിൽ പോയി. നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ പുറകിലാണിത്. ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മുടെ എടപ്പള്ളിയിലുണ്ട് സൈൻ ലബാൻ. അപ്പോൾ അവിടെയല്ല, ഞങ്ങൾ ഇവിടെയാണ് പോയത് കേട്ടോ. അടിപൊളി ഐറ്റമായിരുന്നു അത് തുറന്ന ശൈലി ശരിയായിരുന്നില്ല. കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് തുറക്കേണ്ടതായിരുന്നു. ഇത് തന്നപ്പം തന്നെ തുറന്നുകൊണ്ട് അതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സാധനം, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇതില്ലേ, നമ്മൾ ഒരാൾക്ക് മൊത്തവും ഇരുന്ന് കഴിക്കാൻ പറ്റില്ല കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്നവർ കഴിക്കാം. ആദ്യം മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് 1-2 സ്കൂപ്പൊക്കെ കഴിക്കാനേ പറ്റൂ. കാരണം നല്ല മധുരമാണ്, നല്ല മധുരം. ഇപ്പോൾ ഈ നല്ല എരിവുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് കഴിക്കണമെങ്കിൽ നല്ല കട്ട വൈബായിരിക്കും. ഇതെനിക്ക് ആ കട്ട വൈബ് അടിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പോൾ മറ്റേ ദഹിപ്പൂരി കഴിച്ചുകൊണ്ടിട്ട് ആ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു എൻ്റെ വായിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു. വീടിൻ്റെ അടുത്ത് തന്നെയാണിത്. പക്ഷെ ഞങ്ങൾക്ക് വരാനുള്ള ടൈം ഇല്ലാതിരുന്നുകൊണ്ടിട്ട് ഇപ്പോഴാണ് ഇവിടെ വരാൻ പറ്റിയത് കേട്ടോ.